CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. SSLC പരീക്ഷാഫലം ബുധനാഴ്ച പ്രഖ്യാപിക്കും. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലപ്രഖ്യാപനം നടത്തുക. കഴിഞ്ഞ തവണ മെയ് 19-നായിരുന്നു ഫലപ്രഖ്യാപനം നടത്തിയത്. എരുമപ്പെട്ടിയിൽ സൂര്യാഘാതമേറ്റ് പശു ചത്തു. സ്കൈ മണ്ഡപത്തിന് സമീപം താമസിക്കുന്ന അരിക്കുഴി വീട്ടിൽ സ്റ്റീഫന്റെ പശുവാണ് ചത്തത്. തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശു കുഴഞ്ഞു വീഴുകയായിരുന്നു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമൽ അപകടനില തരണം ചെയ്തു. ക്ഷീണം മാറുന്നതുവരെ ആലുവ രാജഗിരി ആശുപത്രിയിൽ വിശ്രമം തുടരും. തിങ്കളാഴ്ച രാത്രിയിലാണ് പുന്നയൂർ പഞ്ചായത്തിലെ എടക്കരയിൽ പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത്. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. വേലൂർ പഞ്ചായത്ത് 12-ാം വാർഡിൽ ക്ഷീരകർഷകനായ അറക്കൽ ദേവസി ലോറൻസിന്റെ 4 ദിവസം പ്രായമായ പശുക്കുട്ടിയെ ആണ് തെരുവുനായ്ക്കൾ ആക്രമിച്ചത്. പെരുമ്പിലാവിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. സംസ്ഥാന പാതയിലെ പെരുമ്പിലാവ് അൻസാർ ഹോസ്പിറ്റലിന് മുന്നിൽ ഇന്ന് രാവിലെ 7 മണിയോടെയാണ് അപകടമുണ്ടായത്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ജന്മശതാബ്ദിയുടെ ഭാഗമായുള്ള കലാസാഗർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആൽത്തറ ടൗൺ മസ്ജിദിന്റെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടി പ്രത്യേക നമസ്കാരവും പ്രാർത്ഥനയും നടത്തി. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് മസ്ജിദ് പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഗ്രൗണ്ടിലായിരുന്നു നമസ്കാരവും പ്രാർത്ഥനയും നടത്തിയത്. കുന്നംകുളത്ത് വ്യാപാര സ്ഥാപനത്തിൽ മോഷണം, പണവും മൊബൈൽ ഫോണും കവർന്നു. കുന്നംകുളം പട്ടാമ്പി റോഡിലെ പലചരക്ക് വ്യാപാര സ്ഥാപനത്തിലാണ് കവർച്ച നടന്നത്. മെയ് 7 കേബിൾ TV ഡേ ആചരിച്ചു. CCTV ഓഫീസിന് മുന്നിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കുന്നംകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തി. അങ്കമാലി പുളിയനം സ്വദേശി ശ്രീനിലയത്തിൽ വിജയൻ എന്നയാളെ മെയ് 1 മുതൽ കാണാനില്ല. അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. 62 വയസ്സുള്ള ഇദ്ദേഹം അപസ്മാര ബാധിതനും മാനസിക വെല്ലുവിളി നേരിടുന്നയാളുമാണ്. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 95 39 33 01 22. ഗുരുവായൂർ ഊർജ്ജമിത്രയുടെ നേതൃത്വത്തിൽ സൗജന്യ കാർഷിക വൈദ്യുതി കണക്ഷനുള്ള കർഷകരുടെയും പാടശേഖര സമിതിയുടെയും യോഗം സംഘടിപ്പിച്ചു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ റോസ പുണ്യവതിയുടെയും 300-ാം സംയുക്ത ഊട്ടുതിരുനാളിന് തുടക്കമായി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിലെ 300-ാമത് സംയുക്ത ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ഇടവകയിലെ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്ത തിരുനാൾ പ്രൊമോ വീഡിയോ വൈറലാകുന്നു. ബണ്ട് നിർമ്മാണത്തിലെ അപാകത, അവയൂർ കുട്ടാടൻ പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതായി കർഷകർ. ചാവക്കാട് ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവത്തിന്റെ ഭാഗമായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. കഥാകൃത്ത് ഏകലവ്യന്റെ 11ാമത് ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളത്ത് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. സർവീസിൽ നിന്നും വിരമിച്ച കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ നഴ്സ് CK സുമയ്ക്ക് കേരള NGO യൂണിയൻ കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വനിതകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് വെള്ളറക്കാട് ലാന്റേൺസ് മീഡിയയുടെയും IMFAയുടെയും നേതൃത്വത്തിൽ നടത്തുന്ന കേരളത്തിന്റെ പരമ്പരാഗത വസ്ത്രങ്ങൾ അണിഞ്ഞുള്ള ഫാഷൻ ഷോ മത്സരത്തിന്റെയും അവാർഡ് നൈറ്റിന്റെയും ലോഗോ പ്രകാശനം നടന്നു. അകലാട് പള്ളി മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അഹമ്മദ് ദർവേഷ് തങ്ങളുടെ 71ാമത് ഉറൂസ് മുബാറക്കിന് തുടക്കമായി. മാസങ്ങളായി തകർന്നുകിടക്കുന്ന മിനി മാസ്ലൈറ്റ് പുനഃസ്ഥാപിച്ചില്ല. ഡിവൈഎഫ്ഐ ചിറ്റഞ്ഞൂർ യൂണിറ്റ് നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭ അധ്യക്ഷയ്ക്ക് പരാതി നൽകി. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.